ബാലു മതി, കുറെ നേരമായി, ഇനി ഞാൻ സമ്മതിക്കില്ല. ഇതുകൂടെ ഇല തടയരുത് ചന്ദ്രേ, പ്ലീസ്. ഇതുകൂടെ ഇനിയില്ല, പ്ലീസ് ചന്ദ്ര, പ്ലീസ്. സിദ്ധു വന്നിട്ട് പോയപ്പോഴേ എനിക്ക് മനസ്സിലായി ബാലു വീണ്ടും മദ്യപിക്കുമെന്ന്. അന്നും ഇതുപോലെ ആയിരുന്നല്ലോ രാത്രി കുടിപ്പിച്ചോണ്ട് വന്നത്. സിദ്ധുവിന്റെ കാര്യം നടക്കണം. തനുജയെ എങ്ങനെയെങ്കിലും ബാലുവിന്റെ തലയിൽ കെട്ടിവെക്കണം. അതിനുവേണ്ടി ഓരോ ഉപായമായിട്ട് വരിക. ചന്ദ്ര, സിദ്ധുവിനെ കുറ്റം പറയണ്ട. കണ്ടോ, സിദ്ധുവിനെ കുറ്റം പറയണ്ട. അയാളപ്പോ അത്രയ്ക്ക് ബാലുവിനെ സ്വാധീനിച്ചു കഴിഞ്ഞു. സത്യം പറയാലോ ബാലു, ഇതിപ്പോ സിദ്ധുവിന്റെ വരവ് എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ തന്നെ ഇറങ്ങി പോകാൻ പറയാത്തത് എന്റെ മാന്യത കൊണ്ടാ. മതി, ഇനി നീ വിഷയം സംസാരിക്കണ്ട. ആ വിഷയം എനിക്ക് സംസാരിക്കണമെന്നില്ല ബാലു. നമുക്ക് നമ്മുടേതായ ഒരു ലോകം ഉണ്ടായിരുന്നു. നേരെ പോയിട്ടും നമ്മൾ നമ്മുടെ ദുഃഖം പരസ്പരം സംസാരിച്ചും ആശ്വസിപ്പിച്ചും അങ്ങനെ അങ്ങ് ജീവിച്ചു പോയിരുന്നു. അതിനിടയ്ക്ക ഇങ്ങനൊരു തലവേദന വന്ന് കയറിയത്. ഇതിൽ എന്റെ ഭാഗത്തും കുറച്ച് തെറ്റുണ്ട്. അന്ന് ഞാൻ ആ ബാലുവിനെ കൊണ്ട് ചന്ദ്രോത്ത് പോയത്. അവിടെ വെച്ചാണല്ലോ തനുജയെ വീണ്ടും കണ്ടത്. അതോടെയാണല്ലോ എല്ലാ പ്രശ്നങ്ങളും വീണ്ടും തുടങ്ങിയത്. അല്ല, അവിടെ എല്ലാ പ്രശ്നങ്ങൾ തുടങ്ങിയേ. അതൊന്നുമല്ല കാര്യം. അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാ ബാലു മദ്യപിക്കുന്നേ? വെറുതെ എന്തെങ്കിലും ന്യായം പറയണ്ട ബാലു. അതിന്റെയൊക്കെ മനപ്രയാസം കൊണ്ടല്ലേ ബാലു കുടിക്കുന്നേ. ബാലുവിനെ എങ്ങനെയെങ്കിലും സിദ്ധുവിനെ രക്ഷിക്കണം. ഇന്നും അത് തന്നെയായിരിക്കും സിദ്ധു പറഞ്ഞിട്ട് പോയത്. രജനി ആശുപത്രി വിട്ട് പോയിട്ടില്ല. അതിനിടയിലല്ലേ ഓടിപ്പാഞ്ഞു വന്നേ. ഇനി തനുജയുടെ അമ്മയെ കൂടി ബാലു ഏറ്റെടുക്കണമെന്ന് സിദ്ധു പറയാതിരുന്നാ മതി. ചന്ദ്രേ, ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.